ചാനൽ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അബഹയിലുള്ള ബ്ലാക്ക്ബെറി റിസോർട്ടിലാണ്. അപ്പൊ ഇനി നമ്മൾ അകത്തോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കണം, എന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഉമ്മയൊക്കെ അകത്തോട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. നമ്മൾ അകത്ത് വന്ന് ഗൈസ്. അപ്പൊ ഇവിടെ കുറെ കടകളൊക്കെ ഞാൻ കണ്ടിട്ടോ. ഇവിടെ ആണെങ്കിൽ കുറെ കടകളുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഇതേ കുറെ കടകള്. അപ്പം ഇവിടെ വലിയൊരു ട്രീനൊക്കെ കണ്ടു. അപ്പം ദേ നമുക്കിനി അകത്തോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ. ദേ ഇവിടെ കുറെ ഈ കുഞ്ഞു ട്രീകളൊക്കെ ഉണ്ട് കേട്ടോ ഗായ്. ദേ ഇവിടെ കണ്ടോ, ദേ ലൈറ്റ് കണ്ടില്ലേ ഗൈസ്? ഇവിടെ ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാം. ഗൈസ് ഇത് കണ്ടോ, വെള്ളം ചാടുന്നൊക്കെ. ഭയങ്കര വെള്ളം ഉണ്ടല്ലേ ഗൈസ്. അപ്പൊ എന്തേ ഞാനാണെങ്കിൽ അതിൽ ഇങ്ങനെ നോക്കി മീൻ വല്ലതും ഉണ്ടോന്ന്. പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ ആമയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അപ്പൊ എന്തേ കണ്ടോ, ഭയങ്കര വെള്ളം മുഖത്തോട്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ വെള്ളം. ഞാനാണെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ചു നേരമൊക്കെ കളിച്ചിട്ടോ. ഇവിടെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരും ഞാനും കളിച്ചിട്ടോ വെള്ളത്തിൽ. പിന്നെ ഉമ്മി വന്നു. അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. മുഖത്തോട്ടൊക്കെ വെള്ളം നല്ലോണം വീഴുന്നുണ്ടേ. ഇത് മാത്രല്ല ഗൈസ് കാണാനുള്ളേ, ഇനിയും അകത്തോട്ട് കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ നമുക്കിനി അകത്തോട്ട് പോയി അതൊക്കെ കാണണം. അപ്പൊ ഉമ്മി വന്നു. അപ്പൊ ഇനി നമുക്ക് ഉമ്മി പറഞ്ഞു അകത്തോട്ട് പോയാ ഇന്നിന്ന്. അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാട്ടോ. പിന്നെ അകത്ത് പോയി കുറെ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാട്ടോ. അപ്പൊ ഞാനിവിടെ നിന്ന് കുറെ വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പം കുറെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം കളിച്ച് ഇനി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങള് ഉടുപ്പൊക്കെ നനഞ്ഞിട്ടോ. ഞങ്ങള് കളിച്ച നേരം ആമിയുടെ ഉടുപ്പ് നല്ലോണം നനഞ്ഞി, എൻ്റെ ഉടുപ്പും നനഞ്ഞിട്ടോ. ഞങ്ങള് കളിച്ച നേരം വെള്ളം തെറിക്കുന്നതുകൊണ്ട് വേഗം നനഞ്ഞിട്ടോ ഗൈസ്. ആ വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ആമിയാണെങ്കിൽ അത് തെറിപ്പിക്കുമായിരുന്നു. ഞാനും ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുമായിരുന്നു. അങ്കളാണെങ്കിൽ ആമീനെ ഇങ്ങനെ കളിപ്പിച്ച് ഇനി നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഗായ്സ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറെ ട്രീ ഒക്കെ ഉണ്ടോന്ന്. ഇത് മാതള നാരങ്ങയാണ് കേട്ടോ. കണ്ടോ മാതള നാരങ്ങ. ഇത് നമുക്ക് പറിക്കാൻ പറ്റില്ല കേട്ടോ ഗായ്സ്. കണ്ടില്ലേ പച്ച മാതള നാരങ്ങ കേട്ടോ ഇത്. അപ്പം ഇത് കുറെ ട്രീ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ട്രീ ഉണ്ട് കുറെ. ആമി പറിച്ച് അവി പറിച്ച്. പറിച്ച ഫൈനടക്കേണ്ടി വരുടാ. അപ്പം ഗായ്സ് ഈ സൈഡിലുള്ള മരത്തിന്റെ ഒക്കെ താഴെ എവിടെയൊക്കെ കണ്ടോ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ ലൈറ്റ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ പറ്റും. കണ്ടില്ലേ അവിടെ സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ കുറേ ആൾക്കാർ ഇരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. റെസ്റ്റ് ഒക്കെ എടുക്കാൻ അവിടെ കയറി ഇരിക്കാം. ഗായ്സ് കണ്ടോ, ആൻറ്റി കൊത്തുവോ? കൊത്തൂലാൻസോ പ്രാവാണോ? ആമി ഇങ്ങനെ
ആമി ഇങ്ങോട്ട് രാത്രി പോ പോകായിരിക്കും. ഈ സൈഡിലൊക്കെ ഇങ്ങനെ നടുവിലാട്ട് വെള്ളം ഇങ്ങനെ വെച്ചേക്കുവാണ്. ഈ പാലത്തിന്റെ ഇവിടുന്ന് ആമീനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷെ അവള് നിന്ന് തന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആമി നല്ല സന്തോഷത്തിലാണേ. ആമി ചിരിക്കുന്ന കണ്ടില്ല, നല്ല സന്തോഷത്തിലാണ്. ഇവിടെ ഈ പാലമുണ്ട്, ഈ ഒത്തിരി പാലുണ്ട് കേട്ടോ. അവിടെയൊക്കെ പാലുണ്ട്. ഞാനാണെങ്കിൽ അവിടെ നിന്നിട്ട് വെള്ളത്തിൽ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ അതിലിറങ്ങി നടക്കാൻ വിചാരിച്ചു, പക്ഷെ പറ്റില്ല കേട്ടോ. അത് ഗൈസ്, ആമയാണെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തേ ആമി അങ്കളാണെങ്കിൽ ആമീനെ എടുത്തു. ഞാനാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. വെള്ളം തെറിപ്പിച്ച് കളിക്കുമായിരുന്നേ. എൻ്റെ ബാക്കിൽ വേറെ ഇത് ഇരിക്കുന്നുണ്ടോ, അത് നല്ല രസമാണ് കേട്ടോ കാണാൻ. അത് നമുക്ക് കാണിച്ചു തരാം. കണ്ടോണേ, ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു, തെറിച്ച് നിൽക്കുന്നേരം ഫോട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. നല്ല രസമില്ലേ? മറ്റേ ഇത് ഇങ്ങനെ വീണ് നല്ല രസമുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇവിടെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇനിയും ഇവിടെ മൊത്തം ആ വെള്ളം കെട്ടിയിരിക്കുവാണ്. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ പൊട്ടി താഴെ വീണതേണ്ട അടുത്ത പാലം. അപ്പം ഇവിടെയും ലൈറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ലൈറ്റ്, യെല്ലോ ലൈറ്റാണ് ഇത്. നമ്മൾ ഈന്തപ്പരത്തിൻ്റെ ട്രീ ആണ് കേട്ടോ ഇത്. കണ്ടോ, ആ സൈഡിൽ ഈന്തപ്പരം കിടക്കുന്ന കുഞ്ഞി നമുക്ക് പറിക്കാൻ പറ്റില്ല. കണ്ടോ കുഞ്ഞി ഈന്തപ്പരം. കുറേ ഈന്തപ്പരം ഉണ്ട്, പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റില്ല. ഈ ഈന്തപ്പരത്തിൻ്റെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ് കണ്ടില്ലേ. ആമയാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഞാൻ ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത്. വേണ്ട ആമി അങ്കിളുടെ ഇരിപ്പുണ്ട്. വേണ്ട ഞാനാണെങ്കിൽ ആ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ തുള്ളി കളിക്കുമായിരുന്നു. വേണ്ട നമ്മൾ ആ നേരത്തെ കണ്ട സാധനം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു. ഉമ്മി ഫോട്ടോ എടുത്ത് തരാമെന്നുണ്ടായിരുന്നു. അപ്പം ഗൈസ്, ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ നമുക്ക് വഴിയേ കാണാട്ടോ. രണ്ട് ആമ അവിടെ നിൽക്കുവാണ്, വെള്ളത്തിനെ കണ്ട്. ആമ അവിടെ നിന്നേരം വേഗം ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ നിന്ന് തന്നായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വേണ്ട ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന്. ഇത് കണ്ടോ, വേണ്ട അടുത്ത മരം ഇത് പേരയ്ക്കാട്ടോ. വേണ്ട ഇത് അടുത്ത മരം കേട്ടോ, കുറേ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും പേരയ്ക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, സൈഡിലും വേണ്ട മറ്റേ സ്ഥലത്ത് പോലെ തന്നെ സൈഡിലും ഇവിടെ സൈഡിലും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. സൈഡിൽ മൊത്തം ഇതാക്കി കെട്ടി വെച്ചേക്കും, അതുകൊണ്ട് ഇത് പറ്റത്തില്ല. പിന്നെ ഇനി ഇവിടെ കണ്ടോ ആടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ കുറേ ആടൊക്കെ, ആടും പ്രാവും ഒക്കെ. പ്രാവില്ലെന്ന് തോന്നുന്നു, താറാവ് ഗൈസ്, പുള്ളിമാനൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ആട് നമ്മുടെ ഇവിടെ ഇപ്പം ഉണ്ട്. വേണ്ട പന്തൊക്കെ അകത്ത് കിടക്കുന്നു. വേണ്ട ആട് അവിടെ ആ ട്രീൻ്റെ അവിടെ ഒരു ആട് ഉണ്ടോ. വേണ്ട കുറേ താറാവ്. വേണ്ട കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം. ഇവിടെ കണ്ടോ ആട്. ഇനി നമുക്ക് ആ കളിക്കാൻ ആമി കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ പന്താണെന്ന് തോന്നുന്നു ആ ആടിൻ്റെ അവിടെ കിടക്കുന്നത്. കണ്ടില്ലേ ആമി കളിക്കുന്നത്? ആമിയാണെങ്കിൽ സ്ലൈഡിലൊക്കെ കയറി കളിക്കുമായിരുന്നത്. ആമി ഈ പന്തിലൊക്കെ കളിക്കുമായിരുന്നു. ഈ വേറെ ഇതും ഉണ്ട് കേട്ടോ കളിക്കാൻ. ഇത് മാത്രമല്ല, അതേ കണ്ടോ, ഞാനാണെങ്കിൽ ആ സ്ലൈഡിൽ കയറി കളിക്കുമായിരുന്നു. അന്നേരം ആമിയെ സ്ലൈഡ് ചെയ്തിട്ടിരുന്നു. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനാണെങ്കിൽ ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് കളിക്കുമായിരുന്നു. അതുകൊണ്ട് ആമിയെ സ്ലൈഡ് ചെയ്തിട്ടോ അവിടെയൊക്കെ കയറി ഇരിക്കുമായിരുന്നു ആമി. ഇത് മാത്രമല്ല റൈഡുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ റൈഡുണ്ട്. അതിലൊക്കെ ഞാൻ കയറാൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിലൊക്കെ കയറി. ആമയാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പന്തെടുക്കാനാണ് ഇറങ്ങിയെന്ന് തോന്നുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ റൈഡ്. കണ്ടോ കയറി. ഇത് ഭയങ്കര ഫാസ്റ്റായിരുന്നു ഇറങ്ങി വരുന്നത്. പകുതി എത്തുമ്പോഴത്തേക്കും നല്ല പേടിയായി. കാറ്റ് മുഖത്തോട്ട് ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു കേട്ടോ ഗൈസ്.
അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം കയറി. ഇപ്പം എന്തേ കണ്ടോ, വേണ്ട ആട്. എൻ്റെ ഉമ്മി ആടിന് ഫുഡൊക്കെ കൊടുത്തിട്ടോ. എൻ്റെ ഉമ്മി ആടിന് ഇലയൊക്കെ കൊടുത്തിട്ടോ. ഇല കഴിക്കുമായിരുന്നു ആട്. കണ്ടോണേ കഴിക്കുമായിപ്പം. ആൻറ്റിയും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നറിയില്ല. ഈ കണ്ടോ ഉമ്മി ഫുഡ് കൊടുത്തിട്ടോ. ആമയാണെങ്കിൽ അത് കണ്ടിരിക്കുമായിരുന്നു. കുറേ ആടും കുറേ ജീവികളുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ പാർക്ക് ഇപ്പുറത്തെ സൈഡിൽ വേണ്ട. പിന്നെ ആമയാണെങ്കിൽ ഉമ്മീൻ്റെ കൈ വിട്ട് നടക്കുമായിരുന്നു. ഞങ്ങളിനി അങ്ങോട്ട് നടക്കുവാണ്. ഇതേ കണ്ടോ ഗൈസ്, ഇവിടെയാണ് ആ വെള്ളം ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതേ ഫോട്ടോ എടുക്കുവാണ് കേട്ടോ ആമി അങ്ങോട്ടിരുന്ന് കണ്ടിട്ട്. അപ്പോൾ ഉമ്മയും ഞാനും ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോയി. ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. നമുക്കിനി ഫോട്ടോ എടുക്കുന്ന കണ്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പം ഫോട്ടോ എടുക്കാൻ ഞാനും ചെന്ന്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മൾ കടയിലൊക്കെ പോട്ടോ. ഗായ്സ് കണ്ടില്ലേ ട്രീ കണ്ടില്ലേ? ഇത് മറ്റേ നമ്മൾ ആ പോയ സ്ഥലത്ത് വെള്ളം വീണില്ല, അതുപോലത്തെ സാധനം. മീനിൻ്റെ വായന്ന് വെള്ളമൊക്കെ വീരുന്ന പോലത്തെ കണ്ടില്ലേ? ഇതിൻ്റെ വേറൊന്നും കൂടി ഉണ്ട്. സൈഡിലും പൂവുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സൈഡിൽ പൂവുണ്ട്. അതെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇവിടെയും വേറെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉണ്ട്. കണ്ടോ ഗൈസ്, സൂപ്പറായിട്ടില്ലേ? ഇപ്പം ദേണ്ട നമ്മൾ ഈ സ്ഥലത്ത് വന്നപ്പം ഭയങ്കരമായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു വെള്ളം. നേരത്തെ നമ്മൾ കളിച്ച നേരം തെറിച്ച പോലെ അല്ലായിരുന്നു, നല്ലോണം തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടയിലൊക്കെ കയറി. ഇതേ കുറേ ടോയ്സ് നമ്മൾ കടയിൽ കയറി. കണ്ടില്ലേ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ടോയ്സൊക്കെ ഞങ്ങൾ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ച്. ഞാൻ ആ വാളെടുത്തേക്കുന്ന കണ്ടോ, അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടോ. കച്ചവടക്കാർ കൂടി അടാതെ പിടിക്കാൻ. ഞാൻ ഇതും വാങ്ങിച്ചിട്ടോ. കണ്ട സൗണ്ട് ഉണ്ടാവും. അപ്പം ഗായ്സ് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് കുറേ രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതൊക്കെ ഇഷ്ടമായി. അപ്പം ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ട് ട്രീ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവർ നല്ല രീതി ആയിരുന്നു അവരുണ്ടാക്കിയത്, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിനി വീട്ടിൽ പോവാണ് കേട്ടോ.
ഗായ്സ് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു കുന്നമ്പുറം കണ്ട്. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടോ. ഭയങ്കര വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. താരൊക്കെ കാണാൻ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. ആമയൊക്കെ അന്നേരം ഉറങ്ങി കണ്ട്. ഞങ്ങളിവിടെ സൈഡിൽ പോയി നിന്നൊക്കെ കാണുമായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നേ. എനിക്ക് ഒത്തിരി തണുപ്പ് വന്നിട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവും. കണ്ടോ, നല്ല വ്യൂ ആണ്. ഈ രാത്രി ആയപ്പം കുറച്ചും കൂടെ രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.